ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബീഫ് കറി വെക്കാം. അതിനായി 1/2 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മഞ്ഞപ്പൊടി പുരട്ടി വെക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കാം. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീഫ് കറിക്കുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കാം. 2 വയനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു. തേങ്ങ കൊത്തിട്ട് കൊടുത്ത് മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സവാളയും ബാക്കി കൊച്ചുള്ളിയാണ് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ട, അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ അടച്ച് വെച്ച് വേകട്ടെ. 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. ബീഫ് കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. നല്ലതുപോലെ ബീഫ് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായി 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയും കൊടുത്ത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി മസാലയെല്ലാം ഇട്ട് നല്ലതുപോലെ തിളച്ച് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എരിവ് കൂടുതലാണെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ വേണ്ടവർ ഒഴിച്ചാൽ മതി, ആവശ്യമില്ല വേണ്ടാത്തവർ തേങ്ങാപ്പാൽ ഒഴിക്കണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ നമ്മുടെ കറിയുടെ കളറ് മാറിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകണം. നല്ലതുപോലെ തേങ്ങാപ്പാലും മസാലയെല്ലാം നല്ലതുപോലെ നമ്മുടെ ബീഫിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറിയുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് ബീഫ് കറി നല്ലതുപോലെ കുറുകി അങ്ങനെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. നാവിൽ കൊതിയോറും ബീഫ് കറി തയ്യാർ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.